നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ആത്മ പദ്ധതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാർഷിക വിജ്ഞാന വ്യാപന സംഗമം സംഘടിപ്പിച്ചു. തൊടുപുഴ MLAയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി ക്ലബ് ഓഫ് തൊടുപുഴയുടെ 38ാമത് സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 12-ന് തൊടുപുഴ IMA ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി. പ്രതിഭാ സംഗമം റോയി കെ പോലോസ് MLA ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ആദം സ്റ്റാറിൽ പണി കഴിപ്പിച്ച ലിഫ്റ്റ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ K ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. ഡയാലിസിസ് രോഗികൾക്ക് കൈത്താങ്ങായി ഹസ്തം പ്രതിമാസ ധനസഹായ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ആത്മ പദ്ധതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാർഷിക വിജ്ഞാന വ്യാപന സംഗമം സംഘടിപ്പിച്ചു. തൊടുപുഴ MLAയും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബിബിത അനൂപ് സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ആത്മ പ്രോജക്ട് ഡയറക്ടർ ദീന എബ്രഹാം പദ്ധതി വിശദീകരണം നടത്തി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ആത്മ പദ്ധതിയുടെയും ആഭിമുഖ്യത്തിൽ കാർഷിക വിജ്ഞാന വ്യാപന സംഗമമായ കിസാൻ ഗോഷ്ഠി നെടിശാല സെന്റ് മേരീസ് ചർച്ച് ഹാളിൽ സംഘടിപ്പിച്ചു. കർഷകർക്ക് ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളും വിളപരിപാലന മാർഗങ്ങളും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഒരു 10-25-30 വർഷം മുൻപ് വരെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു കുടുംബത്തിലെ പുതുതലമുറ കൃഷിയിലേക്ക് തന്നെ തിരിഞ്ഞ് അല്ലെങ്കിൽ കൃഷി തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അമാതിരിയുള്ള കാർഷിക കുടുംബങ്ങളിലെല്ലാം യുവജനങ്ങൾ കൂട്ടത്തോടെ നമ്മുടെ സംസ്ഥാനം വിട്ട് പലായനം ചെയ്യുന്ന കാഴ്ച ഏറെ ഉത്കണ്ഠയോടുകൂടിയാണ് നാം എല്ലാവരും അത് നോക്കിക്കാണുന്നത്. ഒരു കാലത്ത് 2, 3, 4 ഏക്കറൊക്കെയുള്ള ഇന്ന് നമ്മൾ ചെറുകിട കൃഷിക്കാരെന്ന് വിളിക്കുന്ന ആ ഒരു വിഭാഗം ഏറെ നാളുകൾക്കെല്ലാം മുമ്പ് ഈ നാട്ടില് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവരെ പെറ്റി ബൂർഷ്വാക്കളെന്നൊക്കെ വിളിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം 3-4 ഏക്കറൊക്കെയുള്ള കൃഷിക്കാരന് അന്ന് മാന്യമായി ജീവിക്കാനുള്ള വരുമാനം നാട്ടിലെ ഒരു ചെറിയ കൊച്ചു മുതലാളിമാരായിരുന്നു അന്ന് കൃഷിക്കാർ. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് അധ്യക്ഷനായി. പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബബിത അനൂപ് സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ആത്മ പ്രോജക്ട് ഡയറക്ടർ ഡീന എബ്രഹാം പദ്ധതി വിശദീകരണം നടത്തി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടിസി ജോബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റോസിലി ബിനോയ്, ഹരിദാസ് KG, പുറപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർട്ടിൻ ജോസഫ്, നെടിശാല സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് അത്തിക്കൽ, കൃഷി ഓഫീസർ അനഘ കൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പരിപാടിയിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ കർഷകനായ ഷാജു പോൾ കൊന്നക്കലിന് ജൈവ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കുമരകം KVK അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഗാഥ ശ്രീകുമാർ നയിച്ച കാർഷിക സെമിനാറിൽ വിദേശ ഫലവർഗ്ഗങ്ങളുടെയും തെങ്ങ്, കമുക് എന്നിവയുടെ പരിപാലനം എന്ന വിഷയത്തിൽ ക്ലാസും നടന്നു. കർഷകരുടെ സംശയങ്ങൾക്ക് വിദഗ്ധർ മറുപടി നൽകി. വിവിധ കാർഷിക സ്റ്റാളുകൾ പദ്ധതിയുടെ ആകർഷണമായിരുന്നു. പരിപാടിയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ കർഷകരും കാർഷിക മേഖലയിലെ പ്രവർത്തകരും പങ്കെടുത്തു. കാർഷിക വിവരങ്ങൾ കർഷകരിൽ എത്തിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മൂല്യവർദ്ധനവിന് ഊന്നൽ നൽകി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരം വിജ്ഞാന വ്യാപന പരിപാടികൾ ഏറെ സഹായകരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചീഫ് വിപ്പ് അഭിപ്രായപ്പെട്ടു. വിജി സാലി ഈശ്വര പ്രാർത്ഥനയും തൊടുപുഴ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആര്യാമ്പ ടിജി പങ്കെടുത്തവർക്ക് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
റോട്ടറി ക്ലബ് ഓഫ് തൊടുപുഴയുടെ 38ാമത് സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 12-ന് തൊടുപുഴ IMA ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് 3205 ഗവർണർ ഡോക്ടർ CM രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പുതിയ സേവന പദ്ധതികൾ ഹോപ്പ് എന്ന റോട്ടറി ഇന്റർനാഷണലിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി പ്രഖ്യാപിക്കും. ചടങ്ങിൽ റോട്ടറി അംഗം കൂടിയായ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. റോട്ടറി ക്ലബ് ഓഫ് തൊടുപുഴയുടെ 38ാമത് സ്ഥാനാരോഹണ ചടങ്ങ് ഞായറാഴ്ച വൈകിട്ട് 7:30-ന് തൊടുപുഴ IMA ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ 38ാമത് പ്രസിഡന്റായി ബെന്നി ഇല്ലിമൂട്ടിലും സെക്രട്ടറിയായി ഡോക്ടർ ജസ്വിൻ ചന്ദ്രശേഖരനും ട്രഷററായി റോട്ടേറിയൻ ജോബ് കെ ജേക്കബും ഈ വരുന്ന 12-ാം തീയതി IMA ഹാളിൽ വെച്ച് നടക്കുന്ന IMA ഹാളിൽ വെച്ച് അവരുടെ സ്ഥാനാരോഹണം നടക്കുകയാണ്. വിശിഷ്ടാതിഥിയായിട്ട് വരുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, റോട്ടേറിയൻ ഡീൻ കുര്യാക്കോസ് ആണ് MP. അബു ജോൺ ജോസഫ് MLA വിശിഷ്ടാതിഥിയായിരിക്കും. കൂടാതെ ചീഫ് ഗസ്റ്റായിട്ട് എത്തുന്നത് നമ്മളുടെ ഇൻകമിംഗ് ഗവർണർ CM രാധാകൃഷ്ണൻ ആണ്. റോട്ടറി ക്ലബ് തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം തൊടുപുഴയിൽ വളരെ മികച്ച സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു ക്ലബ്ബാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞൊരു വർഷമാണെന്നുണ്ടെങ്കിലും സ്കൂള്, ആതുരാലയം, മറ്റ് പല മേഖലകളിലും ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഒട്ടനവധി പ്രോഗ്രാമുകൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷം നടക്കുകയുണ്ടായി. അതിൻ്റെ നമ്മളുടെ ഡയാലിസിസ് പ്രൊജക്റ്റുകൾ നടക്കുന്നു, സ്കൂളിലേക്കുള്ള സപ്പോർട്ട് നടക്കുന്നു, ഓർഫനേജിലേക്കുള്ള സപ്പോർട്ട് നടക്കുന്നു, ഓൾഡ് ഏജ് ഹോമിലേക്കുള്ള സപ്പോർട്ട് നടക്കുന്നു. ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രോഗ്രാമുകൾ നമ്മൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 38 വർഷമായി നിരവധി ഹൗസിംഗ് പ്രൊജക്റ്റുകൾ, വീട് മെയിൻ്റനൻസ്, ഡയാലിസിസ് പ്രൊജക്റ്റുകൾ, ബ്ലഡ് ഡൊണേഷൻ വാൻ, എഡ്യൂക്കേഷൻ സപ്പോർട്ട്, ലിഫ്റ്റ് ഫോർ ആദം സ്റ്റാർ കോംപ്ലക്സ്, എൽഡർലി കെയർ സപ്പോർട്ട് തുടങ്ങി നിരവധി പ്രൊജക്റ്റുകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ പല പ്രൊജക്റ്റുകളും പുതുതായി തുടങ്ങാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2028-29 കാലഘട്ടത്തിലെ ഗവർണർ ആയ റോട്ടേറിയൻ ഡോക്ടർ CM രാധാകൃഷ്ണൻ അവർകളാണ് ചീഫ് ഗസ്റ്റായി. കൂടാതെ റോട്ടേറിയൻ മെമ്പർ ആയ MP ഡീൻ കുര്യാക്കോസ്, MLA അബു ജോൺ ജോസഫ് എന്നിവരും ഗസ്റ്റ് ഓഫ് ഓണർ ആയി പങ്കെടുക്കുന്നു. ചടങ്ങിൽ 2026-27 വർഷത്തേക്ക് ബെന്നി ജോസ് ഇല്ലിമൂട്ടിൽ പ്രസിഡന്റായും ഡോക്ടർ ജസ്വിൻ ചന്ദ്രശേഖർ സെക്രട്ടറിയായും ജോബ് കെ ജേക്കബ് ട്രഷററായും സ്ഥാനമേൽക്കും. റോട്ടറി ഡിസ്ട്രിക്ട് 3205 ഗവർണർ ഡോക്ടർ CM രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുകയും പുതിയ സേവന പദ്ധതികൾ ഹോപ്പ് എന്ന റോട്ടറി ഇന്റർനാഷണലിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്യും. ഭവന നിർമ്മാണ പദ്ധതികൾ, ഡയാലിസിസ് സഹായ പദ്ധതികൾ, കേരളത്തിലെ ആദ്യ റോട്ടറി ബ്ലഡ് ഡൊണേഷൻ വാൻ, വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ, ആദം സ്റ്റാർ സമുച്ചയത്തിലെ ലിഫ്റ്റ്, വയോജന പരിപാലന പദ്ധതികൾ, മെഡിക്കൽ ക്യാമ്പുകൾ, മറ്റ് നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ എന്നിവ 38 വർഷമായി പ്രവർത്തിക്കുന്ന റോട്ടറി ക്ലബ് ഓഫ് തൊടുപുഴയുടെ പ്രധാന നേട്ടങ്ങളാണ്. റോട്ടറി അംഗം കൂടിയായ ഡീൻ കുര്യാക്കോസ് MP, ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. നിയുക്ത പ്രസിഡന്റ് ബെന്നി ഇല്ലിമൂട്ടിൽ, ട്രഷറർ ജോബ് കെ ജേക്കബ്, പാസ്റ്റ് പ്രസിഡന്റുമാരായ റോണി തോമസ്, ഡോക്ടർ റെജി ജോസ് എന്നിവർ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി. പ്രതിഭാ സംഗമം റോയി കെ പോലോസ് MLA ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമള മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും പഞ്ചായത്ത് തല മെറിറ്റ് അവാർഡ് വിതരണവും നടത്തി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും LSS, VSS, MMS സ്കോളർഷിപ്പ് നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. കൈയടിച്ച് ആദ്യ കെ രാജേ +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും അനിൽ. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് അധ്യക്ഷയായി. റോയി കെ പോലോസ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിൽ എപ്പോഴും വെളിച്ചം കിട്ടാത്ത വീടുകൾ എത്തുന്നുണ്ട്. അങ്ങനെ കിട്ടാത്ത വീടുകളിൽ നിന്ന് പഠിച്ച് മുഴുവൻ വിഷയങ്ങൾക്ക് A+ വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്. അതാണ് മാറ്റം ഞാൻ പറഞ്ഞത്. അതാണ് ഇടുക്കിയിലെ മാറ്റം എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു വലിയ വിജയം എന്ന് പറഞ്ഞത് എറണാകുളം സിറ്റിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഡോക്ടേഴ്സിന്റെയും എഞ്ചിനീയേഴ്സിന്റെയും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെയും ഒക്കെ മക്കൾ നേടുന്നതിനേക്കാൾ വലിയ വിജയം നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് പ്രത്യേക ഒരു കൈഡി കൊടുക്കാൻ പറഞ്ഞേക്കാം. +2കാർക്ക് നമ്മളാണ് 13 ജില്ലകളെയും
തരണം ചെയ്തുകൊണ്ട് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും ഫസ്റ്റ്. അതൊരു ചെറിയ കാര്യം. അപ്പോൾ നമുക്ക് ആ വിജയം നിലനിർത്താൻ കഴിയണം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ജോസഫ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി സതീശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബിച്ചൻ മാത്യു, സെക്രട്ടറി അതുല്യ വി കുമാർ, രാജേശ്വരി രാജൻ എന്നിവർ പ്രസംഗിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ആദം സ്റ്റാറിൽ പണി കഴിപ്പിച്ച ലിഫ്റ്റ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ റോട്ടറി ക്ലബ്ബ് ആദം സ്റ്റാറിൽ പണി കഴിപ്പിച്ച ലിഫ്റ്റ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴയിലെ ഏറ്റവും വലിയ 180 മുറികളോളം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് 35 വർഷങ്ങൾക്ക് മുമ്പ് പണിതത് ഇന്നും ആ വലുപ്പത്തോടുകൂടി തലയെടുപ്പോടുകൂടി തന്നെ ഇവിടെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു തുടക്കത്തിലൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ മുറികള് ആവശ്യക്കാര് ഇല്ലായിരുന്നു. എത്രയോ മുറികൾ പണിത് എത്രയോ കാലം ഇത് ആദ്യകാലങ്ങളിലൊക്കെ കുറെ പേരൊക്കെ ഇത് മുറികളൊക്കെ വാങ്ങിക്കൂട്ടിയെങ്കിലും പിന്നീട് എന്തോ ഒരു മാന്ദ്യം സംഭവിച്ചതുപോലെ ആദം സ്റ്റാർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇതിനകത്തെ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾക്ക് താല്പര്യമില്ലായ്മ തോന്നുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ ചെറിയ വിലയ്ക്കും നമുക്ക് ഇതിനകത്ത് മുറികളൊക്കെ കിട്ടാനും ഒക്കെ സാധ്യമാകുമായിരുന്നു. എന്നാൽ ആ സ്ഥിതി മാറി ഇന്ന് ഈ ആദം സ്റ്റാർ ബിൽഡിങ്ങില് എനിക്ക് തോന്നുന്ന ഒരു മുറികൾ പോലും ചുരുക്കം വല്ലോ മുറികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ മുറികളിലും ഇന്ന് ഓരോ പ്രസ്ഥാനങ്ങളും ഓരോ സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നത് വലിയൊരു കാര്യമാണ്. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് റോണി തോമസ് അധ്യക്ഷത വഹിച്ചു. റോട്ടറി ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ CB ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി. തൊടുപുഴ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK സുധാകരൻ നായർ, വാർഡ് കൗൺസിലർ ഗോപാലകൃഷ്ണൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സലീംകുട്ടി, ഇൻകമിംഗ് പ്രസിഡന്റ് ഓഫ് റോട്ടറി ക്ലബ്ബ് ബെന്നി ഇല്ലിമൂട്ടിൽ, ലിഫ്റ്റ് കമ്മിറ്റി കൺവീനർ ജോബ് കെ ജേക്കബ്, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ബാബു പ്രതിഭ, JCI പ്രസിഡന്റ് അമൽ വിൽസൺ, KSSI പ്രസിഡന്റ് സുനിൽ വഴുതനക്കാട്ട്, റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ രാജു ജോസഫ്, TK രമേശ് എന്നിവർ ആശംസകൾ നേർന്നു. ആദം സ്റ്റാർ അസോസിയേഷൻ പ്രസിഡന്റ് ജോബി ചെറിയാൻ സ്വാഗതവും റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് CB ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി വാഴത്തോപ്പിൽ ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണിയാറൻകുടി ഭാഗത്തു നിന്നുള്ള അനധികൃത സമാന്തര സർവീസുകളുടെ മത്സരയോട്ടമാണ് അപകടത്തിന് കാരണമെന്ന് പ്രദേശത്തെ മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആരോപിച്ചു. വാഴത്തോപ്പ് പള്ളിത്താഴെ വെച്ചാണ് അപകടമുണ്ടായത്. ചെറുതോണിയിൽ നിന്നും മണിയാറൻകുടിയിലേക്ക് പോവുകയായിരുന്ന ഒരു ഓട്ടോറിക്ഷയും പള്ളിത്താഴെ സ്റ്റാൻഡിൽ നിന്ന് സർവീസ് ആരംഭിക്കുകയായിരുന്ന മറ്റൊരു ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ചെറുതോണിയിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞു. അപകട സമയത്ത് ഈ വാഹനത്തിൽ 6 ആളുകൾ ഉണ്ടായിരുന്നു. പരിക്കേറ്റ 4 പേരെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അതേസമയം അപകടത്തിന് പിന്നാലെ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനുമെതിരെ പ്രതിഷേധവുമായി മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്തെത്തി. മണിയാർകുടി മേഖലയിൽ നിന്നും അനധികൃതമായി നടത്തുന്ന സമാന്തര സർവീസുകളുടെ അമിതവേഗവും മത്സര ഓട്ടവുമാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് അവർ ആരോപിച്ചു. നിയമം ലംഘിച്ചുള്ള ഇത്തരം സർവീസുകൾ യാത്രക്കാരുടെയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെയും ജീവന് ഭീഷണിയാണെന്നും തൊഴിലാളികൾ പറഞ്ഞു. ഒരു ഓട്ടോറിക്ഷയിൽ 7-8 ആളുകളെ കുത്തിനിറച്ച് നടത്തുന്ന അനധികൃത സർവീസുകൾക്കെതിരെ ചെറുതോണിയിലെയും വാഴത്തോപ്പിലെയും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പലതവണ പരാതികൾ നൽകിയിട്ടും പോലീസും മോട്ടോർ വാഹന വകുപ്പും ഫലപ്രദമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് അവരുടെ ആരോപണം. മണിയാർകുടി ഭാഗത്തു നിന്നും ചെറുതോണിക്ക് ട്രിപ്പ് ഓട്ടോറിക്ഷകൾ ഒരുപാട് അമിത വേഗതയിൽ വാഴത്തോപ്പ് വഴി കടന്നു പോകുന്നുണ്ട്. അത് കൂടുതൽ പറയുവാണെങ്കിൽ നമുക്ക് 5, 6, 7 പേരെ വെച്ച് ഫ്രണ്ടിലും ആളെ വെച്ചാണ് അമിത വേഗതയിൽ ഓട്ടോറിക്ഷകൾ പോകുന്നത്. ഈ പരിസരത്ത് ഒരുപാട് സ്കൂളുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും വിദ്യാർത്ഥികൾ ഒരുപാട് നടന്നു പോകുന്നതുകൊണ്ടും അതൊന്നും ശ്രദ്ധയിൽപ്പെടുത്താതെ അവർ കൂടുതൽ ആളുകളെ പിടിക്കുവാൻ വേണ്ടിയിട്ട് അമിത വേഗതയിലാണ് വണ്ടികൾ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് തന്നെ മണിയാറൻകുടിയിൽ നിന്നും വന്ന വാഹനം ചെറുതോണിയിൽ നിന്നും ആളെ എടുത്ത് 6-7 പിള്ളേരെയും കയറ്റി വെച്ച് ഫ്രണ്ടിലും ആളെ കയറ്റി വെച്ച് വാഴത്തോപ്പുഴ വരികയും സ്റ്റാൻഡിൽ കിടന്ന ഓട്ടോറിക്ഷയുടെ സൈഡിൽ ഇടിച്ച് മറിയുകയും ഉണ്ടായ വലിയൊരു അപകടമാണ് ഇത്. അതിൽ വണ്ടിയിൽ
കുട്ടികളും മുതിർന്നവരുമായ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് പരിക്കുകളൊക്കെ ഉണ്ട്. ഇതിപ്പം നമ്മള് പോലീസ് സ്റ്റേഷനിലെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസുകാരെ ഒന്ന് വകവയ്ക്കുക പോലും ചെയ്യാതെ അവർ പെറ്റിയടി, ഹെൽമെറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് പെറ്റിയടിക്കാനും മറ്റു കാര്യങ്ങൾക്ക് മാത്രമാണ് ഇറങ്ങുന്നത്. ഇതുപോലെ ട്രിപ്പ് വെക്കരുത് സാറേ എന്ന് പറയുമ്പോൾ അവർ അതിനൊരു വിലയൊന്നും കൽപ്പിക്കുന്നില്ല. ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമാനമായ അപകടങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പും തൊഴിലാളികൾ നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഡയാലിസിസ് രോഗികൾക്ക് കൈത്താങ്ങായി ഹസ്തം പ്രതിമാസ ധനസഹായ പദ്ധതിക്ക് തുടക്കമായി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബിജു നിലയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ പദ്ധതി വിശദീകരണം നടത്തി. ഡയാലിസിസ് രോഗികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുന്ന ഹസ്തം പദ്ധതിക്ക് തുടക്കമായി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വാഴത്തോപ്പ് ഡിവിഷൻ അംഗം ബിജു നെല്ലയുടെ നേതൃത്വത്തിൽ സന്മനസ്സുള്ളവരെ കൂട്ടായ്മയിലാക്കി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. തന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധാപൂർവം കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്ത ഒരു വിജയിച്ച ജനപ്രതിനിധിയായി പ്രിയങ്കരനായ ശ്രീ ബിജു നിള മാറിയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചത്. ആ തരത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തായ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു. യഥാർത്ഥ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഞാൻ ഓർക്കുന്നത് യശസ്വരീയനായ ഉമ്മൻചാണ്ടി സാറിന്റെ വാക്കുകളാണ്. കാരണം ഈ കാര്യങ്ങളിലൊക്കെ ഏറ്റവും നല്ല വിധത്തിൽ ജനങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ച ഏറ്റവും ജനകീയനായ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാകാൻ ജനപ്രതിനിധിയാണൊന്നുമില്ല. ഇതിപ്പം അദ്ദേഹം ബ്ലോക്ക് മെമ്പറായി എന്നതിന്റെ പേരിൽ അദ്ദേഹം നടത്തുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബ്ലോക്ക് മെമ്പർമാരായാലോ ഇനിയിപ്പോൾ ഞാൻ MP ആയാലോ MLA ആയാലോ ഇതൊന്നും നടക്കണമെന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സാണ് ഈ കാര്യത്തിലുള്ളത്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് ജനങ്ങളോടൊത്തുനിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്, അതിനാണ് മുഖ്യമാണത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ആദ്യഘട്ട ധനസഹായം രോഗികൾക്ക് വിതരണം ചെയ്താണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഒരു ഡയാലിസിസ് രോഗിയുടെ വീട്ടിലെത്തി കുടുംബം നേരിടുന്ന പ്രയാസങ്ങൾ നേരിൽ കണ്ടപ്പോഴാണ് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകാൻ താൻ തീരുമാനിച്ചതെന്ന് ബിജു നിള പറഞ്ഞു. ഈ ഡയാലിസിസ് രോഗികൾക്ക് എല്ലാ മാസവും 1000 രൂപ അവരുടെ അക്കൗണ്ടുകളിലോട്ട് അല്ല അവരുടെ കൈകളിലോട്ട് എത്തത്തക്ക തരത്തിലുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവർക്കിത് വലിയ ചെറിയൊരു തുകയാണെന്ന് നമുക്ക് കാരണം അവരെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉള്ള ആളുകളാണ്. എത്ര പണമുള്ളവരായിക്കോട്ടെ എത്ര പണം ഇല്ലാത്തവരായിക്കോട്ടെ ഇവരെ സംബന്ധിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഈ ചികിത്സ. അതുകൊണ്ട് ചെറിയ ഒരു സഹായം എന്നുള്ള രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ സുമനസ്സുള്ള ആളുകളുടെ സഹായത്തോടെ വളരെ കൃത്യമായിട്ടും എല്ലാ മാസവും അവർക്ക് അവരുടെ കൈകളിലോട്ട് പണം എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇത് നമ്മൾ ആരാണോ സഹായിക്കുന്നത് അവർ അവരുടെ അക്കൗണ്ടിലോട്ട് നേരിട്ട് പണം കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും ഇതിനൊപ്പം നമുക്കൊപ്പം നിന്നുകൊണ്ട് ഇവരുടെ ഈ ഒരു സമൂഹത്തെ ഈ ഡയാലിസിസ് പേഷ്യൻസിനെ അവരെ ഒപ്പം ചേർത്ത് പിടിക്കണമെന്ന് ആണ് ഇതിനോടുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നത്. വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഡയാലിസിസ് രോഗികൾക്കായി സഹായ പദ്ധതി നടപ്പാക്കുമെന്ന അന്നത്തെ വാഗ്ദാനമാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. നിലവിൽ വാഴത്തോപ്പ് ഡിവിഷനിലെ 12ഓളം ഡയാലിസിസ് രോഗികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ മറ്റ് ഡിവിഷനുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാൻ അതത് ജനപ്രതിനിധികൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഇത്തരമൊരു പദ്ധതി നേരിട്ട് നടപ്പാക്കുന്നതിന് ഓഡിറ്റ് സംബന്ധമായ തടസ്സങ്ങളുള്ളതിനാലാണ് ജനപങ്കാളിത്തത്തോടെയുള്ള മാതൃകാപരമായ ഈ സംരംഭം രൂപീകരിച്ചതെന്ന് അധ്യക്ഷത വഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി പറഞ്ഞു. ബിജു നിളയുടെ ഈ പ്രവർത്തനം പൊതുപ്രവർത്തകർക്ക് മാതൃകയാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അഭിപ്രായപ്പെട്ടു. വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ പദ്ധതി വിശദീകരിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകരായ MD അർജുനൻ, PD ജോസഫ്, അനിൽ ആനക്കനാട്ട്, PK ജയൻ, സതീഷ് വേണുഗോപാൽ, KA ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സാമൂഹിക പ്രതിബദ്ധതയും ജനപങ്കാളിത്തവും ചേർന്ന ഈ മാതൃകാപരമായ സംരംഭം ഡയാലിസിസ് രോഗികൾക്ക് സാമ്പത്തിക ആശ്വാസം പകരുന്നതിനൊപ്പം മറ്റ് പ്രദേശങ്ങൾക്കും പ്രചോദനമാകുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയുടെ പുതിയതായി നിർമ്മിച്ച പരിശോധനാ മുറിയുടെയും യോഗ ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA പരിശോധനാ മുറിയുടെയും ഇളദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ യോഗ ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു ജിജോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയുടെ പുതിയതായി നിർമ്മിച്ച പരിശോധനാ മുറിയുടെയും യോഗ ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA പരിശോധനാ മുറിയുടെയും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ
യോഗ ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഈ സമൂഹം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, നമുക്ക് പണ്ടൊന്നും നമ്മളൊന്നും കേട്ടിട്ട് പോലുമില്ല. ചെറുപ്പത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വരും, നെഞ്ചുവേദന വന്ന് മരിച്ചു എന്ന് പറയും, അല്ലെങ്കിൽ ദീർഘനാൾ കിടപ്പായിരുന്നു, എന്താണെന്നറിയത്തില്ല. പണ്ട് കാലത്ത് ചികിത്സയെല്ലാം അങ്ങനെയായിരുന്നു. ഒന്ന്, ആ അസുഖം ഏതാണെന്ന് ഡയഗ്നോസിസ് കാര്യമായിട്ടൊന്നുമില്ല. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഏത് രോഗമെടുത്താലും കണക്കുകൾ പ്രകാരം ഏറ്റവും അധികം രോഗികളുള്ള സംസ്ഥാനം കേരളമാണെന്ന് പറയാനുള്ള ഒരു കാരണം നമ്മുടെ നാട്ടിൽ ഡയഗ്നോസിസ് കൂടുതലായിട്ട് നടക്കുന്നതാണ്. നമ്മുടെ സമൂഹം അതിനെക്കുറിച്ച് അവബോധമുള്ളവരാണ്, അവെയറാണ്. അതുപോലെ തന്നെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്കറിയാം, ഈ കൊളസ്ട്രോള്, ഷുഗർ തുടങ്ങിയ നമ്മുടെ ഭക്ഷണ രീതികളും ജീവിത രീതികളും മാറിയതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കുന്ന കുറേയധികം ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം ഈ ലോകത്തിന് സംഭാവന നൽകിയ ആയുർവേദവും അതിനോടനുബന്ധിച്ചുള്ള യോഗ എല്ലാമാണ് ഈ രീതിയിലുള്ള അസുഖങ്ങൾക്കുള്ള ഏറ്റവും നല്ല പ്രതിരോധം, അല്ലെങ്കിൽ ആ അസുഖം വരാതിരിക്കുവാനുള്ള പ്രിവെൻറ്റീവ് മാർഗങ്ങൾ നമ്മുടെ ഈ ചികിത്സാ രീതികളിൽ എല്ലായിടത്തുമുണ്ട്. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുജ് ജോ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി റജി മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി തങ്കപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജെർലി റോബി, ലൂസി അലോഷ്യസ്, AJ മാനുവൽ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PR സലീം, മെമ്പർമാരായ ബിന്ദു സിജി, ഗിരിജ ഗോപി, ജോസ് തോമസ്, ഹബീബ് VM, കൊച്ചിറാണി ഫ്രാൻസിസ്, ബിനിമോൻ TC, ദീപുമോൻ T കണ്ണമ്പുഴ, ജോളി KP, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോസ് പ്രവീൺ എന്നിവർ ആശംസകൾ നേർന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജിത കുറുപ്പ് സ്വാഗതവും സാബിറ ഇല്യാസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് ആയുഷ് യോഗ ക്ലാസ് വിദ്യാർത്ഥികൾ യോഗ ഡാൻസ് അവതരിപ്പിച്ചു. മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജ്യോതി മേഖലാ സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും മുതിർന്ന വ്യാപാരികളെ ആദരിക്കലും മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സലീംകുട്ടി PA ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം ടോം ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജ്യോതി മേഖലാ സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും മുതിർന്ന വ്യാപാരികളെ ആദരിക്കലും മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ്
PA സലീംകുട്ടി യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരികളെയെല്ലാം ഒരു കുടക്കീഴിൽ കോർത്തിണക്കി അവരുടെ നീറുന്ന പ്രശ്നങ്ങളിൽ സാന്ത്വനത്തിന്റെ തിരുനാളമായി അസോസിയേഷൻ എപ്പോഴും ഒരു വിളിപ്പാടുകളി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം ടോം ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സെക്രട്ടറി MB താജു സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജിമ്മി കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ജെയിൻ M. ജോസഫ് സംഘടനാ സന്ദേശം നൽകി. മർച്ചന്റ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ്, വൈസ് പ്രസിഡന്റുമാരായ സെയ്ദ് മുഹമ്മദ് വടക്കയിൽ, സിനിമോൻ, കമ്മിറ്റി അംഗങ്ങളായ ജോസ് വഴുതനപ്പള്ളി, KH കനി, ടോമി സെബാസ്റ്റ്യൻ, ജോസ് എവർഷൈൻ, സജി പോൾ, ജോസ് മരിയ, PK ഷാജി, വിനോദ് തോട്ടുങ്കൽ എന്നിവർ ആശംസകൾ നേർന്നു. എക്സിക്യൂട്ടീവ് അംഗം ബിനു കീരികാട്ട് യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിനോടനുബന്ധിച്ച് ജ്യോതി മേഖലയിലെ മുതിർന്ന വ്യാപാരികളായ സണ്ണി മാത്യുവിനെ അസോസിയേഷൻ പ്രസിഡന്റ് സലീംകുട്ടിയും മാത്യു മുണ്ടയ്ക്കലിനെ ജനറൽ സെക്രട്ടറി ജിമ്മി കുര്യനും പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തുടർന്ന് വ്യാപാരികളായ ഷെരീഫ്, KH ജബ്ബാർ എന്നിവർക്ക് മെമ്പർഷിപ്പ് നൽകിയും വനിതാ വിംഗ് മെമ്പർഷിപ്പ് ഷെനു ലിവാനിക്ക് നൽകിയും പ്രസിഡന്റ് സലീംകുട്ടി മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി വിനോദ് തോട്ടുങ്കൽ തെരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറിയായി സുജിത്തും തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി VM അബ്ബാസ്, ജനറൽ സെക്രട്ടറിയായി PN അജുകുമാർ, ട്രഷററായി അജ്മൽ ജബ്ബാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. KV ജോസ്, റോയ് ജോൺ പുളിമുട്ടിൽ എന്നിവരാണ് രക്ഷാധികാരികൾ. റൂഫിൻ ഫ്രാൻസിസ്, സബൂർ, അഷ്റഫ്, അതുൽ എന്നിവർ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടുക്കി ജില്ലാ സംഘടനാ വിദ്യാഭ്യാസ ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. സംഘടന ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് KJ തോമസ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര നിർവാഹക സമിതി അംഗം PA തങ്കച്ചൻ, അരുൺ രവി എന്നിവർ ക്ലാസ് നയിച്ചു. ക്യാമ്പിൽ പരിസ്ഥിതിയും വികസനവും ഇന്ത്യൻ അനുഭവങ്ങൾ എന്ന പുസ്തകത്തിന്റെ ജില്ലാതല പ്രകാശനം കവി KR രാമചന്ദ്രൻ നിർവഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടുക്കി ജില്ലാ സംഘടനാ വിദ്യാഭ്യാസ ക്യാമ്പ് സമാപിച്ചു. 2 ദിവസങ്ങളിലായി കാൽവരി മൗണ്ടിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചുമരിട്ട് തട്ടി തെറിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ കാര്യമില്ല, അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. നമ്മൾ പറയുന്ന കാര്യം ജനങ്ങൾക്കിടയിലേക്ക് അങ്ങോട്ട് ചെന്ന് അവരെ അത് സ്വാംശീകരിക്കുകയും അത് ആവശ്യമാണ് എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിലേ സംഘടന വളരുള്ളൂ. അങ്ങനെ എങ്ങനെയാണ് വളരുക? നമ്മൾ പറയുന്നതിനെ അങ്ങനെ തന്നെ ആൾക്കാരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്നതിൻ്റെ നേട്ടകൂട്ടങ്ങൾ ആൾക്കാർ വിശകലനം ചെയ്യും. നിങ്ങൾ പറയുന്നതിൽ ഇന്ന തെറ്റുണ്ട്, നിങ്ങൾ പറയുന്നതിൽ ഇന്ന തരത്തിലുള്ള ശരിയുണ്ട്. അപ്പം നമ്മൾ ആ തെറ്റിനെ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുകയും ശരിയെ പരമാവധി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും അങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് അവരുമായി സംവദിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൻ്റെ ഭാഗമായി അവർ നമ്മളെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വളർന്നത്. കേരളത്തിലെ ജനങ്ങൾ പരിഷത്തിനെ തിരസ്കരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ 64 കൊല്ലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു, യാതൊരു സംശയമില്ല. നമ്മളെ തിരസ്കരിക്കുന്നതിന് പകരം അംഗീകരിച്ചത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് കഴിഞ്ഞ 64 കൊല്ലമായിട്ട് നമ്മൾ നിലനിൽക്കുന്നത്. ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമായ പരിഷത്തിന്റെ കാലിക പ്രസക്തിയും ഇടപെടലുമെന്ന വിഷയത്തിൽ കേന്ദ്ര നിർവാഹക സമിതി അംഗം PA തങ്കച്ചനും ജെൻസിയുടെ വഴികളെന്ന വിഷയത്തെ ആസ്പദമാക്കി അരുൺ രവിയും ക്ലാസ് നയിച്ചു. ഭാവി പ്രവർത്തന പരിപാടികളെക്കുറിച്ച് VV ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിസ്ഥിതിയും വികസനവും ഇന്ത്യൻ അനുഭവങ്ങൾ എന്ന പുസ്തകത്തിന്റെ ജില്ലാതല പ്രകാശനം ക്യാമ്പിൽ കവി KR രാമചന്ദ്രൻ നിർവഹിച്ചു. ക്യാമ്പിന് പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MN പുഷ്പലത, TN മണിലാൽ, ND തങ്കച്ചൻ, ബിന്ദു ജോസ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് KJ തോമസ്, സംഘടന ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് KJ തോമസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KN രാധാകൃഷ്ണൻ സ്വാഗതവും അപർണ തങ്കച്ചൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വേട്ടാമ്പാറ പബ്ലിക് ലൈബ്രറിയുടെയും പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന്റെയും പിണ്ടിമന ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മഴക്കാല രോഗപ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് MV എസ്തപ്പാൻ അധ്യക്ഷത വഹിച്ചു. വേട്ടമ്പാറ പബ്ലിക് ലൈബ്രറിയും പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പിണ്ടിമന ആയുഷ് PHC ആയുർവേദ ആശുപത്രിയും സംയുക്തമായി മഴക്കാല പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് ഉദ്ഘാടനം ചെയ്തു. പിണ്ടിമന പഞ്ചായത്തും നമ്മുടെ പിണ്ടിമന ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലും നമ്മുടെ ലൈബ്രറിയും സംയുക്തമായി നടത്തുന്ന ഈ ക്യാമ്പ് നമ്മളിപ്പോൾ ഏതാണ്ട് ഇവിടെ നടത്തപ്പെടുന്നു. നമ്മളിപ്പോൾ മിക്കവാറും വാർഡുകളിൽ ഈ ക്യാമ്പ് നടത്തി കഴിഞ്ഞു.
അപ്പൊ പ്രിൻസ് 1-ാം വാർഡിലെ ക്യാമ്പ് പറഞ്ഞിട്ട് ഒരു 2 ആഴ്ചയായതാണ്. അപ്പൊ മറ്റ് പല വാർഡിലെയും ഡേറ്റ് കൊടുത്തു പോയത്. ലൈബ്രറി പ്രസിഡന്റ് MB എസ്തപ്പാൻ അധ്യക്ഷനായി. പിണ്ടിമനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ഷാജി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജെയിംസ്, താലൂക്ക് ലൈബ്രറി കമ്മിറ്റി അംഗം S ഉദയൻ, വാർഡ് മെമ്പർ പ്രിൻസ് ജോൺ, വേട്ടമ്പാറ പള്ളി വികാരി ഫാദർ മനോജ് താന്നിയിൽ, KU ജോസ്, TT കുര്യാക്കോസ്, KK മൈക്കിൾ, മോളി ജോസ്, ജോർജ് EJ, സിസിലി PJ എന്നിവർ പ്രസംഗിച്ചു. പിണ്ടിമന ആയുഷ് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൃത S നായർ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ 100ഓളം രോഗികളെ പരിശോധിച്ച് സൗജന്യമായി മരുന്നും നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കിയിൽ കനത്ത മഴയിൽ വീട് നിലംപൊത്തി. മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് തകരപ്പറമ്പിൽ രാജന്റെ വീടാണ് വ്യാഴാഴ്ച വൈകിട്ട് നിലംപൊത്തിച്ചത്. വീടിന്റെ അപകടാവസ്ഥ മൂലം കഴിഞ്ഞ ദിവസം വീട്ടിലുള്ളവർ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു. വീട് തകർന്നതോടെ വീട്ടുപകരണങ്ങളും നശിച്ചു. മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് 3-ാം വാർഡിൽ താമസക്കാരായ തകരപ്പറമ്പിൽ രാജന്റെ വീടാണ് ശക്തമായ കാറ്റിലും മഴയിലും നിലംപതിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം. വീടിന്റെ ശോചനീയാവസ്ഥ മൂലം അപകട സാധ്യത മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസം മുതൽ മറ്റൊരു വീട്ടിലായിരുന്നു 90 വയസ്സുള്ള മാതാവ് ഉൾപ്പെടെ രാജനും കുടുംബാംഗങ്ങളും രാത്രി ഉറങ്ങിയിരുന്നത്. രാജന്റെ കൊച്ചുമകന്റെ ചികിത്സയ്ക്കായി മകനും ഭാര്യയും കോട്ടയം മെഡിക്കൽ കോളേജിലുമായിരുന്നു. വീട് നിലംപതിച്ചതോടെ വീട്ടുപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. ആശുപത്രിയിൽ നിന്നും മകൻ തിരികെ എത്തുന്നതോടെ രാജനും മറ്റു കുടുംബാംഗങ്ങൾക്കും താമസിക്കാൻ ഇടമില്ലാതായി. 10 സെന്റ് ഭൂമി മാത്രമുള്ള രാജന്റെ കുടുംബത്തിന് സ്വന്തമായി വീട് നിർമ്മിക്കാനുള്ള സാഹചര്യമില്ല. മരിയാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ വാർഡ് മെമ്പർ സണ്ണി ജോണും പൊതുപ്രവർത്തകരായ തങ്കച്ചൻ അമ്പാട്ടുകുഴി, വിജയൻ കല്ലിങ്കൽ, റോയി ഇടിശ്ശേരിക്കുന്നൽ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ഉപ്പുതോട് വില്ലേജ് ഓഫീസ്, മരിയാപുരം പഞ്ചായത്ത്, കളക്ടറേറ്റ് ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടുള്ളതായി വൈസ് പ്രസിഡന്റ് സണ്ണി ജോൺ പറഞ്ഞു. വാസയോഗ്യമല്ലാത്ത രീതിയിൽ പെര മുഴുവൻ തകർന്ന അവസ്ഥയാണ്. വില്ലേജ് അധികാരികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തകരപ്പറമ്പിൽ രാജൻ്റെ മകൻ ലിൻസിൻ്റെ ഭാര്യയും 4 കുട്ടികളുമുള്ള വീടാണ്. അതിൽ ഇളയ കുട്ടി ചികിത്സാർത്ഥം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. കൂലിപ്പണിയെടുത്താണ് കുടുംബം കഴിയുന്നത്. അതുപോലെ തകരപ്പറമ്പിൽ രാജൻ്റെ അമ്മ 90 വയസ്സിന് മേളിൽ പ്രായമുള്ള ആളാണ്. ഇപ്പോൾ ഇവരുടെ ലിൻസിൻ്റെ വല്യമ്മയുടെ വീട്ടിലേക്ക് മഴ ശക്തിയായതോടെ മാറി താമസിച്ചിരുന്നു. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ഈ വീടിൻ്റെ അകത്ത് വീട്ടുപകരണങ്ങൾ മുഴുവൻ മഴ നനയുന്ന സ്ഥിതിയിലാണ്. സർക്കാരിൻ്റെ അടിയന്തര നടപടിയുണ്ടായി ഇവർക്ക് വീട് വയ്ക്കുന്നതിനും ഇവരെ സഹായിക്കുന്നതിനുമുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരും പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നത്. സർക്കാരിൽ നിന്നും വേണ്ടത്ര ധനസഹായം ലഭിക്കാതെ അന്തിയുറങ്ങാൻ ഒരു വീട് നിർമ്മിക്കാനാവില്ലെന്ന് രാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബൈക്ക് അപകടത്തിൽ നിര്യാതയായ മൃദുല ആൻഡ് ഉമ്മന്റെ സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 വീട്ടിലാരംഭിച്ച് തൊടുപുഴ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നടക്കും. വ്യാഴാഴ്ച കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ വെച്ചായിരുന്നു മൃദുലയും സുഹൃത്ത് നവീനും സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നിൽ കാറിടിച്ച് അപകടം സംഭവിച്ചത്. പാച്ചല്ലൂരിലെ ടോളിനടുത്തുള്ള ഡിവൈഡറിലാണ് ബൈക്ക് ഇടിച്ചു കയറിയത്. നിയന്ത്രണം വിട്ടാണ് ബൈക്ക് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ അപകട സ്ഥലം സന്ദർശിച്ച പോലീസിന് തോന്നിയ സംശയമാണ് സംഭവത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ സഹായിച്ചത്. കാർ ഡ്രൈവർ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴക്കൂട്ടം UST ഗ്ലോബലിലെ ജീവനക്കാരനായിരുന്നു എറണാകുളം സ്വദേശിയായ നവീൻ. കഴക്കൂട്ടം കിൻഫ്രയിലെ EYGVS ഇന്ത്യ ലിമിറ്റഡ് ജീവനക്കാരിയാണ് മൃദുല. കരിങ്കുന്നം അരികുപുറത്ത് ഉമ്മൻ വർഗീസിന്റെയും സജി ഉമ്മന്റെയും മകളാണ് മൃദുല ആൻഡ് ഉമ്മൻ. സഹോദരങ്ങൾ മഹിമ മറിയം ഉമ്മൻ, മേഘ സൂസൻ ഉമ്മൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ആത്മപദ്ധതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാർഷിക വിജ്ഞാന വ്യാപന സംഗമം സംഘടിപ്പിച്ചു. തൊടുപുഴ MLAയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി ക്ലബ് ഓഫ് തൊടുപുഴയുടെ 38ാമത് സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 12 തൊടുപുഴ IMA ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി.
പ്രതിഭാ സംഗമം റോയ് കെ പോലോസ് MLA ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ആദം സ്റ്റാറിൽ പണി കഴിപ്പിച്ച ലിഫ്റ്റ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. ഡയാലിസിസ് രോഗികൾക്ക് കൈത്താങ്ങായി ഹസ്തം പ്രതിമാസ ധനസഹായ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.